ഉപ്പും മുളകും co-powered by Q Developers and 24news.com. എന്താന്ന് പറ? ഒരു ചായ എടു. ചായ കുടിച്ചല്ലേ? ഒരു ചായ കൂടി എടു. ഇപ്പൊ വേണല്ലേ കൊറേ കഴിഞ്ഞിട്ട് മതിയോ? നമ്മളെ ശ്രീകുട്ടൻ ഗൾഫിൽ പോയിട്ട് എത്ര നാളായി? കാണാൻ കൊതിയായ? കൊതിയാണ്ടെന്നല്ല, ഇടയ്ക്കെങ്ങാനും കയറി വരുമെന്നൊരു പേടി, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. വന്നാലും പോയാലും നിങ്ങൾക്ക് എന്താ? എനിക്കൊന്നും ഇല്ല, എനിക്കൊരു നഷ്ടവും ഇല്ല. എന്നാലും പോയിട്ട് എത്ര നാളായി? പോയിട്ടിപ്പോ ഇത് ഡിസംബർ അല്ലേ? 28-ാം തീയതി ആകുമ്പോ 6 മാസവും. ഡിസംബർ 28? എടി അന്നെ പിറന്നാളാണ്. അയ്യോ, 50 വയസ്സാകുമ്പോണ്. അടിപൊളിയായിട്ട് ആഘോഷിക്കണം. പിന്നെ ഈ 50 വയസ്സിൽ 25 വർഷം ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടായിരുന്നില്ലേ? അവനൊരു അവാർഡ് ഇങ്ങോട്ട് തരണം. ഇവിടെ നെഞ്ച് പടച്ചാണ് ഞാൻ നിൽക്കണേ. എന്തോന്ന് വാല്യൂ? നിങ്ങൾക്ക് 50 വയസ്സാകാൻ കാരണക്കാരി ഞാനാണോ? നീയും കാരണക്കാരുമല്ല, ആരുമല്ല. പക്ഷെ എനിക്ക് വയസ്സ് 50 ആവണം. എടി ജാതകത്തിലെ 75 വയസ്സിൽ ആയുസുള്ളൂ, ബാക്കി ചിന്തയൊന്നാണ് എഴുതി വച്ചേക്കണേ. അങ്ങനെ പോകണമെങ്കിൽ ഇനി 25 വർഷം കൂടെ ബാക്കി. ജീവിതത്തിൻ്റെ 3/4 ഭാഗം ജീവിച്ചു കയറണം. 50 വയസ്സാവണം. 25 വർഷം കൂടെ ഉള്ളൂ ഇനി. 50 വയസ്സെന്നൊക്കെ പറയുമ്പോഴേ 50 വയസ്സാ. 50 വയസ്സെന്ന് പറയുമ്പോൾ ഭയങ്കര 50 വയസ്സാണ്. ചിങ്കലമണി ചിങ്കലമണി സിറിച്ചു പൊട്ടാ നെഞ്ചിലെ വെണ്ണിലക്കിണ്ടി പോലെ വരൂ മന്ദിരമേ. അതൊക്കെ മേടിച്ച് ചേച്ചി എനിക്ക് കിട്ടുമല്ലോ പ്ലീസ് ചേച്ചി. എന്തോ 1ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചിന് ക്യൂട്ടഷാ. മോള് പോയിട്ട് അവിടെ അകത്ത് വാട്ടർ ബോട്ടിലല്ലേ, അത് വെള്ളം എടുത്ത് കുടിക്കും. ഇല്ലെങ്കിലേ അമ്മയടുത്ത് കബോർഡിൽ നിപ്പിള് ഉപ്പി ഉണ്ടാവും, കഴിഞ്ഞാലും ഉപയോഗിച്ചത്, അതിൽ പാലൊഴിച്ച് തരാൻ പറഞ്ഞു. ചേച്ചി ഒരാണ് അടുത്തൊന്നുമില്ലോ. ചേച്ചി കുപ്പിപ്പാലൊന്നും കുടിക്കാതെ ഇത്രയും വളർന്നേന്ന്. ചേച്ചി ജനിച്ചപ്പോൾ തന്നെ ഇത്രയും പൊക്കത്തിലും മണത്തിലൊന്നും അല്ലല്ലോ ഉണ്ടായിരുന്നു. പോയ ബുക്ക് എടുത്ത് വെച്ച് പഠിച്ചേ. ഇപ്പൊ നെയിൽ പോളിഷ് ഇടുമ്പോ തന്നെ ഇത്രയും ചാടാം. അപ്പൊ ചേച്ചി കല്യാണം കഴിഞ്ഞ് രാജ്യം ബാക്കി വെക്കില്ലല്ലോ ചേച്ചി? കല്യാണം കഴിഞ്ഞാൽ ഉടനെ ഞാൻ രാജ്യം വിടും. ചേച്ചി കല്യാണം കഴിച്ചാൽ ചേച്ചി കല്യാണം കഴിഞ്ഞ അപ്പൊ തന്നെ രാജ്യം വിടും. അതെ, ഞാൻ അതൊന്ന് വൃത്തിക്കിട്ടെ. ശലിപ്പെടാതെ പോയേ. എത്ര വൃത്തിക്കിട്ടാലും ഈ കയ്യിലല്ലേ ഇടണേ, അപ്പൊ ഇട്ടതുപോലെ തന്നെ. അച്ഛാ ഞാൻ ജംഗ്ഷൻ വരെ പോകണ്ട, അച്ഛൻ വേണമെങ്കിൽ പറ, എന്തെങ്കിലും വേണം? എനിക്കൊന്നും വേണ്ടടേ. അച്ഛനിനി എന്തോന്ന്? അച്ഛൻ്റെ കയ്യിലുള്ളതല്ല നിങ്ങൾക്ക് എന്നിട്ട് എവിടെയെങ്കിലും ഒക്കെ അങ്ങ് പോകണം. മേനച്ഛൻ്റെ തലയിട്ട് കയ്യിൽ എന്തിരിക്കുന്നു? പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് ഒന്നും തന്നില്ലല്ലേ ഇതുവരെ. ചേച്ചി എനിക്കെന്തായാലും നെയിൽ പോളിഷ് ഇട്ട് തരില്ലല്ലോ? ഇല്ല, യു ക്യാൻ ഗോ നൗ. എൻ്റെ അടുത്ത് വരുമല്ലോ. വരെ എവിടെ പോവാൻ? പിടിച്ചോളാം ഞാൻ. അച്ഛാ അച്ഛൻ എന്താ വെച്ചാൽ മൂട് കേട്ട്? ഒന്നുമില്ലടാ. അങ്ങനെ ഒന്നുമില്ലാന്നല്ല, അച്ഛനെ മോൻ കണ്ടാ മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്ത് പറ? പ്രശ്നമുണ്ടടേ. ഈ പറഞ്ഞ ഡിസംബർ 28-ന് അച്ഛൻ 50 വയസ്സാവൂടാ. ശരിക്കും? ആ ദിവസം അടിച്ചു പൊളിക്കല്ലേ വേണ്ടത്. നെയ്യാറ്റിൻകരയിൽ പടവലത്തുനിന്നും ഹരിപ്പാടുന്ന് എല്ലാവരും വിളിച്ച് ഒരു ഉഗ്ര സദ്യ തന്നെ കൊടുക്കാം. അച്ഛൻ്റെ 50-ാം വയസ്സ് ഒരു മഹാസംഭവം അല്ലേ? വേണ്ടല്ലോ ചു പറ. പിന്നെ അല്ലാണ്ട് നമുക്കിവിടെ തകർക്കണം. തകർന്നിരിക്കല്ലേ, ഇനി എന്തോ തകർക്കാൻ. തകർന്നിരിക്കണ എന്തിന്? എങ്ങനെയെങ്കിലും 28-ാം തീയതി ആയാൽ മതി എന്ന് ഞാനാണല്ലോ ചെന്നിരിക്കണേ. ജോലി കിടന്ന് എങ്ങനെ 28-ാം തീയതി ആയാൽ മതി? തന്ത എത്രയും പെട്ടെന്ന് വയസ്സാകാൻ വേണ്ടി കാത്തിരിക്കണം മക്കള്. എന്തോന്ന് കൈ വിരിക്കൊണ്ടിരിക്കണം? പഠിക്കാൻ തോന്നി എനക്ക്? ഞാൻ പഠിച്ചു കഴിഞ്ഞതെല്ലാം. പഠിച്ചത് ഒന്നുകൂടെ എടുത്ത് പഠിപ്പോ. അച്ഛാ അവിടെ വയസ്സായേ 50 വയസ്സെന്നൊക്കെ പറയുമ്പോഴേ എന്താ അച്ഛാ? ഒന്നുമില്ലടാ. അച്ഛാ ഓ 50 വയസ്സാകുമ്പോ സന്തോഷിക്കല്ലേ വേണ്ട? ഇങ്ങനെ ചുമ്മാ മൂഡ് പോയിട്ടിരിക്കണേ.
ആ 50 വയസ്സായ വയസ്സായ സന്തോഷിക്കാനാ? എന്തി സന്തോഷിക്കണ്ടേ? ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആയില്ലല്ലോ പിന്നെന്തിനാ? എടാ ഒന്ന് പോടാ, ഇനി കുറച്ചു കാലം കൂടെ ഉള്ളടാ. പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല, പോടാ. അച്ഛനെ മുടിയൊക്കെ നരച്ചോ? ആ തടി നരച്ചല്ലോ. 50 വയസ്സായില്ലേ, നരക്കാണ്ട് പിന്നെ പിന്നെ ഇല്ല അച്ഛാ. അപ്പൊ ജംഗ്ഷനിൽ ഒന്നും വേണ്ടല്ലോ അല്ലേ? എനിക്കൊന്നും വേണ്ടടേ. കുറച്ചു കാലം കൂടെ ഞാൻ പറഞ്ഞാൽ കൂടി പോകും. 50 വയസ്സെന്നൊക്കെ പറഞ്ഞാലേ മുറുക്കാൻ മുറുക്കല്ല. വേണ്ട, ഒന്നും വേണ്ട. ഒരു കിങ്ങിണിക്കൊമ്പിൾ താണിരുന്നാലും ഞാനിരുന്നാലും സുമംഗലിക്കുരുവി ഇണയെവിടെ തുണയെവിടെ. ഒരു കാലമില്ലാതെ ആട്ടും പാട്ടവും കൂത്തുകാരി ജോലി ചെയ്യണം. അല്ലെങ്കിൽ അടുക്കളയിൽ കയറി ജോലി ചെയ്യുമ്പോൾ അവളെ മുഖം കടന്തൽ കുത്തിയോലെ ഇരിക്കും. ഇത് ഇത്ര സന്തോഷം? പ്രത്യേകിച്ച് സന്തോഷമൊന്നും ഇല്ല ബാലു. പാട്ട് വന്ന് അതങ്ങ് മൂളി. പണ്ട് സ്കൂളിൽ പോകുമ്പോഴേ ഈ പാട്ട് കേട്ടിട്ടാ മിക്കവാറും പോകാറുള്ളത്. ബാലു പറഞ്ഞത് ശരിയാ, കാലം പോയൊരു പോക്കേ. അത് ശരിയാണ്. ഈ സിനിമാ പാട്ട് സിനിമയായിട്ട് ജീവിതത്തിന് നല്ല ബന്ധമുണ്ട്. ആ കിരീടത്തിനൊരു പാട്ടുണ്ടല്ലോ, കണ്ണീർ പൂവിൻ്റെ കവളിൽ നിന്ന്. കണ്ണീർ പൂവിൻ്റെ കവളിൽ. അത് കേൾക്കുമ്പോൾ മനസ്സൊക്കെ എവിടെയോ പോവും. ആ ഷൂട്ടിംഗ് നടന്നത് ആര്യനാട് വെച്ചാണ്. പിന്നെ ഞാൻ കാണാൻ പോയിട്ടുണ്ട്. ശങ്കരൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് കാണാൻ പോണത്. 25 വർഷമായി. അന്ന് എനിക്ക് 25 വയസ്സ് പ്രായം. എന്ത് രസമായിരുന്നു അറിയാം. ഇപ്പൊ 50 വയസ്സായി. അത് ശരി. 50 പിടി വിട്ടില്ല ഇതുവരെ. ഇടി ഒരു പുരുഷന്റെ 50 വയസ്സെന്ന് പറഞ്ഞാലേ നല്ല പഴുത്ത് നിൽക്കുന്ന പ്രായമാണ്. ശനി വാടി തുടങ്ങും. ദാണ്ട ആ പാടെ പൊടിയുടെ വരെ എത്രയേ ഉള്ളൂ. ഇനി നമ്മുടെ കല്യാണത്തിന് ഞാൻ കാണുവാണ്. എന്താ അച്ഛനീ എന്തുന്നാ പറയുന്നേ? ബി പോസിറ്റീവ്, എന്ത് വേണാലും ബി പോസിറ്റീവ്, അത്രേ ഉള്ളൂ. അത് തന്നെ ബാലു, ബി പോസിറ്റീവ്. വിട്ടുകളാ. ഗട്ടിയാളായാനാ? ഇനി നിനക്ക് ഞാൻ കളവനാണ് ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഞാനൊരു കാര്യം പറയാം. വയസ്സായി ഞാൻ തടർന്ന് എണീക്കാൻ വയ്യാതെ കിടക്കുമ്പോൾ എൻ്റെ മുമ്പ് വന്ന് ആട്ടിയാണ്ടല്ല, ഞാൻ കിടന്നുണ്ടെങ്കിൽ ഊതി തള്ളിയിടും. ഉള്ള കാര്യം പറയാം. എന്തൊക്കെയാണ് ഈ പറയണത്? ഇതൊക്കെയാണ് പറയണേ. ആ കേശു വരാറായില്ലേ ഇതുവരെ? ചിലപ്പോൾ നാളെ വരും. ഇനിയേ ആരും അങ്ങനെ പടവലത്ത് നേരിട്ട് കൊണ്ട് നിർത്തണ്ട. എപ്പോഴും എല്ലാവരും എൻ്റെ അടുത്ത് കാണണം. ഞാൻ പോട്ടെ. ഇനി വർക്കൊന്നും പെൻഡിങ് ഇട്ടാൽ ശരിയാവില്ല. പെട്ടെന്ന് ചെയ്ത് തീർക്കിട്ട്. വയസ്സ് 50 ആയില്ലേ? 50 വയസ്സെന്ന് പറഞ്ഞത് അച്ഛൻ്റെ ഒരു കാര്യം ഒന്നും ചെയ്തിട്ട് ശരിയാവില്ലല്ലേ. എന്തോ നോക്കിക്കൊണ്ടിരിക്കണം? നോക്കടാ. എന്തോ നോക്കാൻ? എടേ കൈ വിറയ്ക്കണ നോക്ക്. ഇത് വിറയ്ക്കണല്ലോ, അച്ഛൻ വിറപ്പിക്കണല്ലേ. ആര് പറഞ്ഞു? വേണ്ട, നന്നായിട്ട് വിറയ്ക്കണം. കണ്ടോ ഇത് പറഞ്ഞ് പിന്നെ അവരില്ലാത്ത വേറെയില് 50 വയസ്സാവാറായില്ലേ, പിന്നെ പറിച്ചോളൂ. ആര് പറഞ്ഞു? അങ്ങനെ വലിയ വിറയലൊന്നുമില്ല. വിറയ്ക്കണേ ഇപ്പൊ. ആര് ഇപ്പൊ വിറയ്ക്കണാടി? കുറഞ്ഞാ? കുറഞ്ഞു. അപ്പൊ വേണമെന്ന് വിചാരിച്ച കുറയൊന്നും മനസ്സിലായില്ലേ? എന്തൊക്കെ പൂരങ്ങളാണോ ദൈവമേ. എന്തായാലും ജോലി കൊടുക്കണേ, ചെയ്തു. ചെയ്ത കണ്ണും പിടിക്കണില്ല. എന്താ ചിരിക്കണേ? മനഃപൂർവ്വം ചിരിക്കുന്നതല്ലല്ലോ അച്ഛാ, ചില കാര്യങ്ങളൊക്കെ കണ്ട് ചിരിച്ചു പോകുന്നതല്ലേ. ഇങ്ങനെയാണെങ്കിൽ കരയും കേട്ടാ. അവളാ ചിരി. എന്താണ് ഇവിടെ? അച്ഛന് വിറയില് തുടങ്ങി, കാഴ്ച നല്ലോണം മങ്ങി തുടങ്ങി. 50 വയസ്സാവല്ലേ, അപ്പൊ വിറയ്ക്കും, അല്ലേ വിറപ്പിക്കും. പിന്നെ നീ എന്നെ കുറെ വിറപ്പിക്കും. എടി എന്നെ തളർത്താൻ നോക്കല്ലേ കേട്ടാ. എന്റെ മനസ്സിലിപ്പത്താണെന്ന് എനിക്കറിയാം. എന്ത് എന്ത് കുന്ത് നിങ്ങളെ മനസ്സിലിപ്പോ എനിക്കും അറിയാം. 50 വയസ്സാവാണ് കേട്ടോ. ഒരുങ്ങിയിരുന്നു. അച്ഛാ, ഇത് ഷഷ്ടിപൂർത്തിയോ വല്ല സപ്തതി എന്നെങ്കിലും നമുക്ക് നാട്ടുകാരെ മൊത്തം വിളിച്ച് ആഘോഷിക്കായിരുന്നു. വിളിക്കാടി. അച്ഛന്റെ 16 അടിയന്തരത്തിന് എല്ലാവരെയും വിളിച്ച് സദ്യ കൊടുക്കാം. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണേ? നിനക്ക് സംസാരിക്കാവോ?
വയസ്സ് 19 ആയില്ലേ, ഇനിയിപ്പോ വർത്താനം പ്രവർത്തിക്ക് ഇങ്ങനെയൊക്കെ തന്നെ. നമ്മൾ അങ്ങനെ ക്ഷമിച്ചു കൊടുത്താൽ മതി. അച്ഛാ, അച്ഛന് 50 വയസ്സാവുമ്പോഴ കാര്യം നമുക്ക് കുട്ടിമാവനെ വിളിച്ചറിയിക്കണ്ടേ? ഓ പെട്ടെന്ന് വിളിച്ചു പറ. ആ മണലേനത്തിൽ ഒരു മൈക്ക് എടുത്ത് വെച്ചോട്ട് വിളിച്ച് പറയട്ടെ, അളി 50 വയസ്സായി, അളി 50 വയസ്സായെന്ന് പറഞ്ഞിട്ട്. ചിലപ്പോ കുട്ടിമാൻ വരാൻ സാധ്യതയുണ്ട്. കാരണം അച്ഛന് 50 പിറന്നാളാണല്ലോ. എന്തോ പിള്ളേരെ നിങ്ങൾക്ക് എല്ലാ പിള്ളേർക്കും തന്തമാർക്ക് പ്രായം കുറഞ്ഞിരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് വയസ്സായാൽ മതി. എങ്ങനെ തല തിരിഞ്ഞുമില്ല. അതല്ലേ അങ്ങനെയല്ലേ വരൂ. അയ്യോ അയ്യോ അയ്യോ, കത്തി തീരെ. അയ്യാ വയസ്സായി. എന്ത് ബാലു ഇത്? എന്തോന്നിത്? നിനക്കേ എത്ര വയസ്സായി? എനിക്കാ 51. ഓ 70 വയസ്സായിരുന്നേ കുട്ടമ്പിള്ള അനിയാന്ന് വിളിക്കായിരുന്നില്ലേ? എനിക്കേ പഠിച്ചു കിടക്കാതെ പോയി ജോലി ചെയ്യാൻ നോക്ക്. എന്ത് ജോലി? റോക്കറ്റ് വിക്ഷേപണം. ആക്ഷേപങ്ങൾ തുടങ്ങി. നാട് വിട്ടേ പറ്റൂ. പറച്ചില്ലല്ലേ ഉള്ളു, വിട്ടു പോകൂലല്ലോ. ഒന്ന് നിർത്തടി. ആകെ തളർന്നിരിക്കുമ്പോഴാണ് അവളെ. എന്ത് തളർച്ച? ഒരു തളർച്ചയില്ല. എണീറ്റ് പോയി ജോലി ചെയ്യാൻ നോക്കിയാ. ഞാൻ ഇനി എന്ത് ജോലി ചെയ്യാൻ? ജോലി ചെയ്തിട്ട് കാര്യം? ഇത്ര നാൾ ജോലി ചെയ്തിട്ട് എന്ത് സമ്പാദിച്ച്? ഇനി ആ സ്കൂട്ടറെ കൊണ്ട് എത്ര നാൾ പണിയെടുക്കും? എനിക്ക് മതിയായേ. വെറുതെ നാട്ടുകാരെ കൊണ്ട് വല്ലതും പറയിപ്പിക്കാതെ. എന്നിട്ടിപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോണു? ഏതെങ്കിലും അമ്പലത്തിൽ പോയി വല്ല രാമായണ ഭാഗവത വായിച്ച് അവിടെ തന്നെ ഇരിക്കാം. അതോടെ ആൾക്കാർ അമ്പലത്തിൽ വരാതാവും. അല്ല, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. നല്ലതാ വായിക്കണേ, ശബ്ദം നല്ലതല്ലേ. ശിവ, അമ്പലത്തിന്റെ മുമ്പിലെ ആൽമരൂല്ലേ, അവിടെ കുറെ അപ്പൂപ്പന്മാരൊക്കെ ഇരിക്കാറില്ലേ? അവരായിട്ട് ഇങ്ങനെ കമ്പനിയൊക്കെ കൂടി ഭാർഗവതോ പുരാട കഥകളൊക്കെ കേട്ടങ്ങ് ഇരുന്നോളും. അതെ, അച്ഛന് ഇനി ഇടയ്ക്ക് നടക്കാനൊക്കെ പോകണം നല്ലതാ. വയസ്സിനനുസരിച്ച് വയറ് നന്നായിട്ട് ചാടിയിട്ടുണ്ട്. ഈ അടുത്ത ചാടിയത് ഈ വർഷം തന്നെ ചാടിയത്. 50 വയസ്സാകാൻ പോവല്ലേ, അതാ. ഡൈയും കൂടെ ചെയ്യാണ്ടിരുന്ന നന്നായിരിക്കോട്ടെ ബാലു. നീ ഡൈ ചെയ്യല്ലേ? അല്ല, നീയൊക്കെ എന്നെ ആശ്വസിപ്പിക്കാൻ നിൽക്കണ, പറഞ്ഞു കൊല്ലാൻ വേണ്ടി നിൽക്കണടി. ഇത് കൊള്ളാം. 50 വയസ്സൊരു പ്രോബ്ലം അല്ല എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കൂല. എന്നാൽ 50ന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അതും സമ്മതിക്കൂല. ഇനിയിപ്പോ നമ്മൾ എന്ത് പറയാനിത്? നീക്കൊന്നും പറയണ്ട, വായ തുറക്കണ്ട. എങ്ങനെ ഏതായാലും വയസ്സ് 50 ആയിപ്പോയി. സംഭവിക്കാതെ സംഭവിച്ചു. എങ്ങനെ പോട്ട്. അച്ഛാ, കോടിക്കണക്കിന് ജനങ്ങൾക്ക് 50 കഴിഞ്ഞു. കോടിക്കണക്കിന് ജനങ്ങൾക്ക് 50 ആയി. കോടിക്കണക്കിന് ജനങ്ങൾക്ക് 50 ആവാൻ പോവാ. ഇതാണ് പ്രകൃതി നിയമം. അത് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. എടി 50 വയസ്സാർക്ക് അറിയാം എൻ്റെ വിഷമം. ഇനിയിപ്പോൾ ഈ ന്യൂ ഇയർ കഴിഞ്ഞാൽ പെട്ടെന്ന് ടപ 60 വയസ്സാവും. 10 വയസ്സ് കൂടെ കഴിഞ്ഞാൽ 70 ആവും. കണ്ണടച്ചെടുക്കുന്ന മുമ്പ് 80. അയ്യോ മതി, ഇനി മുന്നോട്ട് പോകണ്ട. നിങ്ങൾക്ക് 80 വയസ്സാകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റണില്ല. അല്ല, 50 ആയപ്പോഴേ പിറുപിറുപ്പൊക്കെ തുടങ്ങി, അതുകൊണ്ട് പറഞ്ഞതാ. അതെ, ആട്ടി പിടിക്കാനും തുടങ്ങി. ഞാൻ പോണ്. കൂടുതലൊക്കെ എന്തേ പോണല്ലേ? നല്ല ദിവസം കണ്ടു. അല്ല, 50 വയസ്സ് കാണാൻ വേണ്ടി നിന്നതാ. എപ്പോഴും 50 വയസ്സായത്. ഉപ്പും മുളകും co-powered by Q Developers and 24news.com. എന്റെ അച്ഛൻ ഇങ്ങനെ ശ്വാസം വലിച്ച് വിടില്ല അച്ഛാ. ശ്വാസം നിലച്ചു. വയസ്സ് 50 ഓർത്തോൾട്ടാ. അല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. അച്ഛൻ വലിച്ചോട്ടോ. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട്. ഈ 50 വയസ്സിലെ ശ്വാസകോശം ചുരുങ്ങും. ഇതുപോലെ വലിച്ചു വിടുമ്പോൾ അത് വികസിക്കും. അച്ഛാ, അങ്ങനെ വികസിക്കുമെങ്കിലേ ആ സൈക്കിളിന്റെ എയർ അടിക്കുന്ന പമ്പില്ലേ, അതടിച്ചു വെച്ച് എയർ ഇങ്ങനെ കയറ്റത് വീർപ്പിക്കുക. എന്തേ? ഇതിന്റെ ലിമിറ്റ് കഴിഞ്ഞേട്ടാ, ഞാൻ ഉരുട്ടിയെടുത്തോളാം. അച്ഛ ഉരുട്ടല്ല അച്ഛാ, വേണമെങ്കിൽ വലിച്ചു നീട്ടിക്കോ. കുറച്ച് പൊക്കെങ്കിലും കിട്ടിട്ടെ. ശിവ, ബാ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചാൽ കഴിക്കാൻ വാ.
ആ പ്രഷറും ഷുഗറൊക്കെ ഒന്ന് നോക്കണം. പ്രഷറും ഷുഗറൊക്കെ നോക്കണം. ഞാൻ കഴിഞ്ഞ ആഴ്ച നോക്കിയതാണല്ലോ. എനിക്ക് നോക്കണം, ഒരു 500 ഉണ്ടെങ്കിൽ ഇട്. എന്തിനാ നോക്കണം? നോക്കാണ്ടിരിക്കണ നല്ലത്. നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ കാണും. അതിന് നല്ലത് നടക്കാൻ പോ. ഈ നടക്കാൻ പോയാൽ എന്താണ് ഗുണം? എന്താണ് കുറയുണ്ടെങ്കിൽ എന്തോന്ന് പറയും? ഉള്ള വയസ്സ് കുറയുമോ? കൂടുതലേ ഉള്ളൂ. ഈ 50 കേൾക്കുമ്പോഴേ വല്ലാതെയാണ്. ഇതുവരെ 40 എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇനി അടുത്തോട്ട് 50 എന്ന് പറയണം. ഈ 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തീരാമൂടിൻ്റെ തുടക്കവും ഈ 50 വയസ്സെന്ന് പറയുന്നത്. ആരാ പറഞ്ഞ വെച്ചാ 50-ലാണ് പല നല്ലതിന്റെ തുടക്കങ്ങൾ. ആ അല്ലല്ലേ ചൂപ്പാ? പിന്നെ അല്ലാണ്ട് ഷാരൂഖ് ഖാനെ കണ്ടോ കത്തി നിക്ക. ചെയ്യാൻ വിക്രം പയറ് പുറത്തത് പോലെയാണ്. എത്ര വയസ്സായെന്നറിയോ? എല്ലാം പോട്ടെ, നമ്മുടെ ലാലേട്ടൻ 56 വയസ്സായി പുള്ളിക്കാൻ ഇപ്പോഴും പുലി നിക്കണ പോലെ നിക്കണ. അപ്പൊ നമ്മുടെ മമ്മൂക്കായോ മോശമാണോ? ഇതൊക്കെ പോട്ടെ, രജനിയങ്കിള് 50 വയസ്സായപ്പോ പൊളിച്ചടിക്കില്ലേ? കബാരിടാ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അവരൊക്കെ ഉണ്ടല്ലോ, അവരുടെ 20 വയസ്സിൽ കഠിനാധ്വാനികളായിരുന്നു. ശരിയാ. എന്നിട്ടാണ് 40, 50 വയസ്സിലൊക്കെ സ്റ്റാറുകളായി മാറിയത്. ഇത് പണ്ടും മടി, ഇപ്പോഴും മടി. നെഗറ്റീവ് ചിന്തകൾ വെടിഞ്ഞ് നല്ല എനർജറ്റിക് ആയിട്ട് വരുമ്പോൾ എന്നെ മാനസികമായി തളർത്താൻ വേണ്ടി അവൾ പലതും പറയും. എനിക്ക് 50 വയസ്സായി കാര്യമായി പാടി. നിനക്കെന്ത്? അവള് ഇപ്പോഴും 50 തന്നെ. കുഴപ്പമെന്ത്? പയ്യനൊക്കെ പൊട്ടിക്ക് തുരുമ്പടിക്ക് ഒറ്റ ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ. സാരില്ല പോട്ടെ. അച്ഛാ 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 എന്തടേ? ഒന്നിങ്ങോട്ട് വാ അച്ഛാ. എന്ത്? വാ അച്ഛാ. ഇതൊന്ന് ഉറങ്ങാനും സമ്മതിക്കൂല. എന്ത്? അച്ഛനോട് ഇന്ന് ഇരുന്നേ. എന്തിന്? ഞാൻ പറഞ്ഞ അച്ഛനും ഇരിക്കില്ല. പറ എന്ത്? ഇരിക്കുക, സമാനപ്പെടും. അമ്മേ. എന്തിന്? 50 വയസ്സാന്ന് അറിയിക്കാനാ? അമ്മേ. എന്തേ? ഒന്നിങ്ങോട്ട് വന്നേ, ഇവിടെ ഇരിക്കുക. എന്തേ? ഞാനൊരു കാര്യം പറയാൻ പോവാണ്. അത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. കേക്കൂ? കേക്കാം, പറ. അച്ഛാ. എന്താ അച്ഛാ? എന്താ അച്ഛാ, അച്ഛനിപ്പോ മൊത്തത്തിൽ തളർന്നു പോയി. ഏജ് ഈസ് നത്തിങ് ബട്ട് എ നമ്പർ. എക്സാക്ട്ലി. അച്ഛാ, ഞാൻ ശരിക്കും ജനിച്ചിരിക്കുന്നത് 1966 ഡിസംബർ 28-നാണ് അല്ലേ? പക്ഷെ സർട്ടിഫിക്കറ്റിൽ നോക്കുമ്പോൾ സ്കൂളിൽ ചേർത്ത വർഷം വെച്ച് നോക്കുമ്പോൾ ഒരു വർഷം എന്തോ വ്യത്യാസമില്ലേ? 1967. ആ സർട്ടിഫിക്കറ്റിൽ അങ്ങനെയാണ്. അപ്പൊ അച്ഛൻ ജനിച്ചത് ആ വർഷത്തിൽ തന്നെയാ നിങ്ങൾ വിചാരിച്ചാൽ മതി. അത് വിചാരിച്ചാൽ മതി. അപ്പൊ അതിന് പ്രശ്നം എന്ത്? അതിന് കുഴപ്പമില്ല. അച്ഛാ, അങ്ങനെ വിചാരിക്കുമ്പോ നമുക്ക് തന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ തോന്നും, ആ എനിക്ക് 2017 ഡിസംബർ 28 ആവുമ്പോഴേ 50 ആവുള്ളൂ. അതങ്ങനെ എന്റെ മനസ്സിലില്ലേ? അത് 66-ലാണ് ജനിച്ചെന്ന്. അപ്പൊ എനിക്കൊരു ബോധം കാണൂലേ? അത് ആർക്കറിയാം? അച്ഛന്റെ മനസ്സിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത് ആർക്കറിയാം? അച്ഛാ, ഇത് മനസ്സിന്റെ കളിയാ. നമ്മുടെ മനസ്സ് ചെറുപ്പമാകുമ്പോ നമ്മളും ചെറുപ്പം. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സൊരിക്കലും വയസ്സാവരുത്. അച്ഛൻ തുള്ളിച്ചാടി നടന്നോണ്ടിരുന്നപ്പോ പ്രായത്തെ പറ്റി വല്ലതും വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ പ്രായത്തെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയപ്പോ തുള്ളിച്ചാടൽ നിന്നു. അതെ. 50 എന്നൊക്കെ പറയുന്നു. അച്ഛാ, ഇറ്റ്സ് എ കോമൺ ഫാക്ടർ. ഇത് സൈക്കോളജിക്കലി അപ്രോച്ച് ചെയ്യേണ്ട കാര്യാ. അച്ഛൻ എണീച്ചേ ബാ. അല്ലോ ചീളി കേസ് എണീച്ചാ വന്ന് എണീച്ച് 2-3 സ്റ്റെപ്പ് ഇടുവാ. അച്ഛാ, എനിക്ക് അച്ഛാ ഞാൻ വയസ്സായടേ. രജനികാന്ത്. ആ രജനികാന്ത്, മോഹൻലാൽ. അച്ഛന് വയസ്സൊന്നും ആയിട്ടില്ല. കളി കളി കളി. വയസ്സ് കുറയ്ക്കാൻ ഈ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ്. എന്തോ ഇത് 50 വയസ്സായ ആള് കിടന്ന് കളിക്കണ കാണിക്കല് കണ്ടില്ലേ? എന്താണേ? അല്ല,
ഈ കന്ന് കിടന്ന് കൂത്താടിയ കാണാൻ കൊള്ളാം, ആളെ കിടന്ന് കൂത്താടിയ എന്തിനു കൊള്ളാം? നീ ജീവിക്കാൻ സമ്മതിക്കില്ല. ഒന്നാമത് മനസ്സ് തളർന്നിരിക്കണം. പിള്ളേർ പറഞ്ഞു എന്നെ ഒരുവിധം പൊക്കിക്കൊണ്ട് വരുമ്പോ തളർത്താൻ നോക്കലാണ് നീ. 50 വയസ്സാ